ഏവർക്കും സ്വാഗതം. നമസ്കാരം. ഇറാനെ ആക്രമിക്കുന്നത് ആരുടെ ആവശ്യമാണ്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? അറിയാൻ താല്പര്യമുള്ളവർക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ ഇതുവരെയുള്ള അറിവനുസരിച്ച് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി പറയപ്പെടുന്നത് ഇറാൻ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതിന് വളരെ അടുത്ത് എത്തിയിരിക്കുന്നു. യുറേനിയം എൻറിച്ച്മെൻറ്റ് 60% എത്തിയിരിക്കുന്നു. അവിടെ നിന്നും ഒരു വെപ്പൺ ഗ്രേഡ് യുറേനിയം ഉണ്ടാക്കാൻ ഇനി അധിക സമയം ആവശ്യമില്ല. അങ്ങനെ ഇറാൻ ഒരു ന്യൂക്ലിയർ ആയുധമുള്ള രാജ്യമായി തീർന്നാൽ അത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ പോലും അപകടത്തിലാക്കും. കാരണം ഇറാൻ്റെ സ്റ്റേറ്റഡ് പോളിസി, പ്രഖ്യാപിത നയം ഇസ്രയേൽ എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഭൂമിയുടെ പരപ്പിൽ നിന്ന് പുകച്ച് ഇല്ലാതാക്കുക എന്നതാണ്. ഈ ഒരു നറേറ്റീവാണ് നമുക്കുള്ളത്. എന്നാൽ നാം കുറച്ച് വസ്തുനിഷ്ഠമായി ചിന്തിച്ചാൽ ഇറാൻ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കിയാൽ തന്നെ അത് നേരെ കൊണ്ടുവന്ന് ഇസ്രയേലിൻ്റെ തലയിലിടും എന്ന് പറയുന്നതിൽ യാതൊരു ബുദ്ധിയുമില്ല. ആ പറയുന്ന ശുദ്ധ മണ്ടത്തരമാണ്, അസംബന്ധമാണ്. നമുക്ക് അല്പമെങ്കിലും ചരിത്ര പരിചയമുണ്ടെങ്കിൽ, ബോധമുണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയാവുന്നൊരു യാഥാർത്ഥ്യം, 1945 ശേഷം പല രാജ്യങ്ങളുടെ കയ്യിലും ആറ്റം ബോംബ്, ആകെ 9 രാജ്യങ്ങളുടെ കയ്യിലാണ് ആറ്റം ബോംബുള്ളത്. അന്ന് ഒറ്റ രാജ്യത്തിൻ്റെ, അമേരിക്കയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിനുശേഷം 8 രാജ്യങ്ങൾ കൂടെ ഈ ആറ്റം ബോംബുള്ള ശക്തികളായി മാറിയിട്ടുണ്ട്. അതിൽ നോർത്ത് കൊറിയയുമുണ്ട്, ഇസ്രയേലുമുണ്ട്. ഇവരാരും തന്നെ ആറ്റം ബോംബ് ഉപയോഗിച്ചതായി നാം കാണുന്നില്ല. ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം വാസ്തവത്തിൽ 2 ന്യൂക്ലിയർ ആംഡ് സ്റ്റേറ്റ്സ്, ന്യൂക്ലിയർ ആറ്റം ബോംബുള്ള 2 രാജ്യങ്ങൾ നേർക്കുനേരെ യുദ്ധം ചെയ്യുന്ന വളരെ അപൂർവമായൊരു സംഭവമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയും. അത് പെട്ടെന്ന് നിൽക്കാൻ കാര്യം 2 കൂട്ടർക്കും ആറ്റം ബോംബ് ഉള്ളത് കൊണ്ടാണ്. യുദ്ധം നടക്കുമ്പോൾ ഏറ്റവും ഉപയോഗശൂന്യമായ, ഒരു പ്രയോജനമില്ലാത്ത വസ്തുവിൻ്റെ പേരാണ് ആറ്റം ബോംബ്. കാരണം അത് ആർക്കും ഉപയോഗിക്കാൻ വയ്യ. ആറ്റം ബോംബ് ഉപയോഗിച്ചിട്ട് ഒരു യുദ്ധം ജയിച്ച് പിന്നെ ആരും ഒരു ദിവസം പോലും ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിക്കാൻ സാധ്യമല്ല എന്നത് അറിയാൻ വയ്യാത്ത പൊട്ടന്മാർ ഈ ഭൂമിയിൽ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഏറ്റവും ഉപയോഗശൂന്യമായ ഒരു മുട്ടുസൂചിയുടെ പ്രയോജനമില്ലാത്ത കാര്യമാണ് ഈ ആറ്റം ബോംബ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ ആറ്റം ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ ഇസ്രയേലിനെ ഭൂമിയിൽ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് കളയും എന്ന് പറയുന്നതിനകത്തൊന്നും യാതൊരു അർത്ഥവുമില്ല. അപ്പം അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു അങ്ങോട്ട് കയറി അടിക്കുന്നത് എന്ന് പറയുന്നതിൽ അല്പം പോലും മൂളയില്ല, സത്യസന്ധതയുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ഞാൻ എൻ്റെ എളിയ അഭിപ്രായം മാത്രം പറയുകയാണ്. ഇതിന് രേഖാമൂലമായ തെളിവുകളൊന്നും എന്നോട് ചോദിക്കരുത്. അത് നിങ്ങളുടെ മുൻപിൽ നിരത്തുവാനുള്ള ഒരു സാഹചര്യത്തിലല്ല ഞാൻ. എന്നാൽ ചില സാഹചര്യങ്ങൾ മനസ്സിലുള്ളത് കൊണ്ട്, ചില അറിവുകൾ, ഓർമ്മകൾ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ യുദ്ധം ഇപ്പോൾ നടക്കുന്നത് ഇസ്രയേലിന് വേണ്ടിയേ അല്ല. ഇസ്രയേലിൻ്റെ സുരക്ഷ കുറച്ചുകൂടെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയല്ല. ഈ യുദ്ധവും ഇസ്രയേലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇസ്രയേലാണ് യുദ്ധം ചെയ്യുന്നത് എങ്കിലും ഇത് ഇസ്രയേലിന് വേണ്ടിയുള്ള യുദ്ധമേ അല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ ആർക്ക് വേണ്ടിയാണ്? ഞാൻ പറയാം. അതിൻ്റെ ഉത്തരം നമുക്ക് ഊഹിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ
ഡൊണാൾഡ് ട്രംപിനെ കൊല്ലുന്നതിനുള്ള ഒരു ഗൂഢാലോചന ഇറാനിലെ ഇപ്പോഴത്തെ നേതൃത്വം നടത്തിയതായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഡൊണാൾഡ് ട്രംപിൽ വരുത്തി വെച്ചിട്ടുള്ള ഇൻസെക്യൂരിറ്റി വളരെ അധികമാണ്. അദ്ദേഹം 2 മാസങ്ങൾക്ക് മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇറാൻ ഏതെങ്കിലും സമയത്ത് തന്നെ കൊന്നാൽ എപ്രകാരമാണ് ഇറാനോട് പകരം വീട്ടേണ്ടത് എന്നതിനെ പറ്റിയുള്ള നിർദ്ദേശം അദ്ദേഹം ഒരു വിശ്വസനീയമായ കേന്ദ്രത്തിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് നാം ഏവരും കേട്ടതാണ്, നാം ഓർക്കുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൻ്റെ ലക്ഷ്യം ഇറാൻ ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കാൻ കഴിയാത്ത വിധത്തിൽ അതിൻ്റെ ന്യൂക്ലിയർ സാമഗ്രികളെ നശിപ്പിക്കുക എന്നുള്ളതല്ല. അതൊരു പ്രഖ്യാപിതമായ ലക്ഷ്യമാണ്. എന്നാൽ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇറാനിൽ ഒരു ഭരണകൂട മാറ്റം, റെഷീം ചേഞ്ച് എന്ന് പറയും, അതാണ് എൻ്റെ ലക്ഷ്യം എന്നാണ് ഇതുവരെയുള്ള സംഗതികൾ പരിഗണിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രക്രിയ ഈ ഒരു യുദ്ധം പെട്ടെന്ന് അവസാനിക്കുകയില്ല. അത് വളരെയധികം പ്രശ്നങ്ങൾ ഉളവാക്കാൻ സാധ്യതയുണ്ട്. നാം ഇതുവരെ മനസ്സിലാക്കിയതിൽ നിന്ന് വളരെ അപ്പുറത്ത് കടന്നിട്ടാണ് ഇതിൻ്റെ വേര് നിൽക്കുന്നത്. ഇറാനിൽ ഗണ്യമായ ഒരു ഭരണകൂട അട്ടിമറി നടക്കാതെ ഈ യുദ്ധം അവസാനിപ്പിക്കുകയില്ല എന്നതാണ് ഇതുവരെയുള്ള തെളിവുകളുടെ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുവാൻ ഇടയാകുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക വളരെ വ്യക്തമായി പറയുന്നത്, ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല. അന്താരാഷ്ട്രീയ തലത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങൾക്കിതുമായി യാതൊരു ബന്ധവുമില്ല. ഇത് ഇസ്രയേൽ ഏകപക്ഷീയമായി നടത്തുന്ന അടിയാണെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നാണ് എൻ്റെ അർത്ഥം, മറ്റൊന്നുമല്ല എൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയാണ് ഇസ്രയേൽ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് വെളിയിൽ പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യാവുന്നതല്ല. കാരണം അത് ട്രംപിനും നാണക്കേടാണ്, നെതന്യാഹുവിനും നാണക്കേടാണ്. നെതന്യാഹുവിന് ഇസ്രയേൽ പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയുണ്ടാക്കും. ഇസ്രയേലിലുള്ള ആരും അത് സംബന്ധമായ ഈ വലിയ കഷ്ടപ്പാട് സഹിച്ചു നിൽക്കുകയില്ല. അതുകൊണ്ട് യാഥാർത്ഥ്യത്തിൽ നിന്ന് തികച്ചും വിരുദ്ധമായ ഒരു നറേറ്റീവ് ഉണ്ടാക്കി അത് ജനങ്ങളെയെല്ലാം ബോധിപ്പിച്ച് ആഗോളതലത്തിൽ അത് നന്നേ പ്രചരിപ്പിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താ എന്ന് ലോകം മനസ്സിലാക്കാതെ അത് നേടിയെടുക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്നതാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ചിന്താഗതിയും തന്ത്രവും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇനിയും ഞാൻ ആത്മാർത്ഥമായി വിശ്വസിച്ചത് കൊണ്ട് അത് സത്യമാകണമെന്നില്ല. പക്ഷെ അത് സത്യമാണോ അല്ലയോ എന്ന് ഏറെ താമസിയാതെ തെളിയിക്കപ്പെടും എന്നതാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഇത് നാം കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ യുദ്ധത്തിൽ കൂടെ വളരെ വളരെ ക്ലേശകരമായ ഈ യുദ്ധത്തിൽ കൂടെ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി നശിപ്പിക്കുന്നതിൽ മാത്രം അതിൻ്റെ ലക്ഷ്യത്തെ ചുരുക്കി ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ ഞാൻ പറഞ്ഞത് തെറ്റായിരിക്കും. ഞാൻ അപ്പോൾ അത് നിരുപാധികമായി എൻ്റെ ഓരോ വാക്കുകളും തിരിച്ച് എടുക്കുകയും വിഡ്രോ ചെയ്യുകയും പൊതുവായി ഞാൻ ക്ഷമാപണം നടത്തുകയും ചെയ്യുന്നതായിരിക്കും. എന്നാൽ അതേസമയം ഇതൊരു ഭരണകൂട മാറ്റം, റെഷീം ചേഞ്ചിലേക്കാണ് പോകുന്നത് എങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ്. ഈ യുദ്ധം ഡൊണാൾഡ് ട്രംപിന് വേണ്ടി നടത്തുന്ന യുദ്ധമാണ്. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപിനെ ഏറ്റവും അധികം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അതുകൊണ്ട് തൻ്റെ സുഹൃത്തിൻ്റെ പ്രീതി സമ്പാദിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യുവാൻ നെതന്യാഹു തയ്യാറാകുമെന്ന് നമുക്കറിയാം. ഇസ്രയേലിനാകമാനം ട്രംപിൻ്റെ കാരുണ്യം, കടാക്ഷം, സഹകരണം, സംരക്ഷണം ഏറ്റവും വിലയേറിയതാണ്. അതുകൊണ്ട് ട്രംപിനെ വധിക്കാനായി ഗൂഢാലോചന നടത്തുകയും അങ്ങനെ ചെയ്യണമെന്ന് കൽപ്പനയിടുകയും ചെയ്ത ശേഷം
ഒരു ഭരണകൂടത്തിന് ഈ ഭൂമിയുടെ പരപ്പിൽ നിൽക്കാൻ സാധ്യമല്ല എന്നത് തെളിയിക്കേണ്ട, അസന്നിഗ്ധമായി തെളിയിക്കേണ്ട ഒരു അത്യാവശ്യം ഇപ്പോൾ ഏതായാലും നിലനിൽപ്പുണ്ട്. അതിലേക്കുള്ള ഒരു ചുവടുവയ്പ്പായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത് ഈ യുദ്ധം അതെങ്ങനെ പുരോഗമിക്കുന്നു, ഇതിനോട് മനസ്സോട് നിവൃത്തിയില്ലാതെ അമേരിക്കൻ ഭരണകൂടം എങ്ങനെ സഹകരിക്കുന്നു, അതിൽ സഹകരിക്കാനായി ഉപയോഗിക്കാൻ പോകുന്ന പഴുതും കൂടെ ഞാൻ ഈ സമയത്ത് പറയാം. ഇനി ഇപ്പോൾ ഇറാൻ തുരുതുര ഇസ്രയേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടാൽ വാസ്തവത്തിൽ ചങ്ക് പൊടിഞ്ഞു പോകും. അപ്പോൾ അമേരിക്ക പറയും, ഞങ്ങൾക്ക് യഹൂദന്മാരെ സംരക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇസ്രായേലിനെ സംരക്ഷിക്കേണ്ട കാര്യമില്ല, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കണം. ഇസ്രയേലിൽ 7 ലക്ഷത്തിൽ പരം അമേരിക്കൻ പൗരന്മാർ, സിറ്റിസൻസ് വസിക്കുന്നുണ്ട്. 700,000 American citizens are living at any given point in time in Israel. അവരുടെ സുരക്ഷ സുനിശ്ചിതമാക്കുക എന്നത് അമേരിക്കയുടെ കടമയാണ്. അമേരിക്കയുടെ ഓരോ പൗരൻ്റെയും ജീവൻ സംരക്ഷിക്കുക അമേരിക്കയുടെ ഒഴിച്ചുകൂടാനാവാത്ത കടമയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൈകെട്ടി മാറി നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഇതിൽ കൈകടത്താൻ പോകുന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞത് മുഴുവനും തെറ്റായിരിക്കട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞത് മുഴുവൻ തെറ്റാകുന്നതാണ് എനിക്ക് സന്തോഷം. പക്ഷെ അത് അത്രമാത്രം തെറ്റാണ് എന്ന് തൽക്കാലം എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏവർക്കും നമസ്കാരം.